അങ്ങനെ മുൻ തൃത്താല എം.എൽ.എയും കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററുമായ വി.ടി. ബൽറാം പുറത്ത്. വി.ടി. ബൽറാമിനെ പുറത്താക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. വി.ടി. ബൽറാം പുറത്താകാനുള്ള കാരണം ബീഹാറുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി വളരെ സുപ്രധാനമായ വോട്ടർ അധികാർ യാത്ര നടത്തിയപ്പോൾ വി.ടി. ബൽറാമിൻ്റെ പോസ്റ്റ് വലിയ വിവാദമായി മാറി. ബീഹാറിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റ്. ഇതോടെ ഹൈക്കമാൻഡും AICCയും ഇടപെട്ടു. ഈ പോസ്റ്റ് തെറ്റായിപ്പോയെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. ഇതോടെയാണ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പദവി വി.ടി. ബൽറാമിന് നഷ്ടപ്പെട്ടത്. ഇതിനു പിറകെ ഇനി തൃത്താലയിൽ വി.ടി. ബൽറാം മത്സരിക്കേണ്ടതില്ലെന്നും കോൺഗ്രസ് തീരുമാനിച്ചു. അങ്ങനെ കോൺഗ്രസിൽ രണ്ടാമത്തെ വിക്കറ്റും വീണിരിക്കുന്നു. വി.ടി. ബൽറാം പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ, സോഷ്യൽ മീഡിയയിൽ ഫാൻസുകളുള്ള വി.ടി. ബൽറാം പുറത്തു പോയിരിക്കുന്നു. കോൺഗ്രസ് ബീഹാറിൽ ജയിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുമ്പോൾ ബീഹാറിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട വി.ടി. ബൽറാമിനെ നന്നായി കൈകാര്യം ചെയ്യണമെന്നാണ് ഹൈക്കമാൻഡ് KPCCക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. സുനിൽ കനകുലുവാണ് കേരളത്തിലെ പ്രവർത്തനങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്നത്. ഇങ്ങനെ പോയാൽ തനിക്ക് കേരളത്തിൽ തന്ത്രങ്ങൾ മെനയാനാവില്ലെന്ന് തന്ത്രജ്ഞനായ സുനിൽ കനകുലു ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ആകെ മൊത്തം അടിയാണ് കോൺഗ്രസിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ തമ്മിൽ തല്ലുന്നു. മുൻ അധ്യക്ഷനായ K. സുധാകരൻ B.D. സതീശനെ മുഖ്യമന്ത്രിയുടെ ഓണാഘോഷ സദ്യയിൽ B.D. സതീശൻ മുഖ്യമന്ത്രിയുടെ ഓണാഘോഷ സദ്യയിൽ പങ്കെടുത്തതിനെ വിമർശിച്ചപ്പോൾ തിരിച്ച് സതീശൻ 2 കുത്തുവാക്ക് കൊടുത്തപ്പോൾ ആകെ മൊത്തം അലമ്പായി കോൺഗ്രസ്. അതിനുപരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കത്തി നിൽക്കുന്നത്. വി.ടി. ബൽറാം തൃത്താലയിൽ നിന്ന് ഒരു പ്രാവശ്യം വിജയിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 8 നിലയിൽ പൊട്ടി. AKGക്കെതിരെ വി.ടി. ബൽറാം നടത്തിയ പരാമർശം കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കി. അതാണ് തൃത്താലയിൽ പൊട്ടാനുള്ള കാരണവും. എന്തായാലും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായിരുന്ന P. സരിൻ അത് നന്നായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ പാലക്കാട് ഇലക്ഷന് നിർത്താത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ P. സരിൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയി CPM സ്ഥാനാർത്ഥിയായി. അപ്പോൾ ആ മത്സരത്തിൽ സരിൻ തോറ്റപ്പോൾ വി.ടി. ബൽറാം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, വിക്കറ്റ് വീണോ എന്നുള്ള പോസ്റ്റ്. അതിന് മറുപടിയായി സരിൻ ഫാൻസുകാർ ഇപ്പോൾ വി.ടി. ബൽറാമിനെ കൊത്തിക്കീറുകയാണ്. വി.ടി. ബൽറാം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനം രാജിവെക്കുമ്പോൾ അതിന് പകരം വരുന്നത് ശ്രീദേവ് സോമനാണ്. ശ്രീദേവ് സോമൻ വി.ടി. ബൽറാമിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാക്കാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, തൃത്താലയിൽ ശ്രീദേവ് സോമൻ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ പറയുന്നു. വി.ടി. ബൽറാം തൃത്താലയിൽ മത്സരിച്ചാൽ ഇനി ജയിക്കാൻ സാധ്യത ഇല്ലെന്നും അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇതോടെ വി.ടി. ബൽറാമിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നു എന്നൊരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. വി.ടി. ബൽറാമിന് പകരം ശ്രീദേവ് സോമൻ തൃത്താലയിൽ മത്സരിച്ചാൽ മികച്ച പ്രകടനം കോൺഗ്രസിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും KPCCയും ഒക്കെ കണക്ക് കൂട്ടുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് ശ്രീദേവ് സോമൻ വരികയും ചെയ്യും. രണ്ടുപേരും മണ്ടത്തലങ്ങൾ എഴുന്നള്ളിക്കുന്നവരാണെങ്കിലും ശ്രീദേവ് സോമന് സ്വപ്പം വകതിരിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകാൻ കഴിയും. എന്തായാലും വലിയൊരു ഗതികേടാണ് വി.ടി. ബൽറാമിന് സംഭവിച്ചത്. വി.ടി. ബൽറാം പലപ്പോഴും അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിവാദമാകാൻ വേണ്ടി അബദ്ധങ്ങൾ പറയുന്ന നേതാവാണ് വി.ടി. ബൽറാം. AKGയെക്കുറിച്ച് നടത്തിയ പരാമർശം വളരെ മോശമായിരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ അതിനെ തിരുത്തി പറയേണ്ട ഒരു ഗതികേടുണ്ടായി. ഇപ്പോഴിതാ വോട്ടർ അധികാര യാത്രയുമായി രാഹുൽ ഗാന്ധി ബീഹാറിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കുമ്പോൾ ബീഹാറിനെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതോടുകൂടി വി.ടി. ബൽറാമിനെ മതിയായി കോൺഗ്രസിന്. സുനിൽ കനകുലു പറഞ്ഞിരിക്കുന്നത് ഇനി തങ്ങളിൽ അടിച്ചാൽ താൻ കേരളം വിടുമെന്നാണ്. കേരളത്തെ തനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല എന്നാണ് സുനിൽ കനകുലു ഹൈക്കമാൻഡിന് കൊടുത്ത റിപ്പോർട്ട്.
പറഞ്ഞത് ശരിയാണ്. സുനിൽ കനകലുവിൻ്റെ കയ്യിലൊന്നും കേരളം നിൽക്കില്ല. കേരളത്തിൽ നേതാക്കന്മാർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും. ആ അടി കോൺഗ്രസിൻ്റെ ശാപമാണ്. എന്തായാലും VT ബൽറാം പുറത്ത്, ശ്രീദേവ് സോമൻ അകത്ത്.